നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ 2 പേരെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. പമ്പിലെ അതിഥി തൊഴിലാളികൾക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കൊപ്പത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ 2 പേരെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊപ്പം പുലാശ്ശേരി സ്വദേശി 38 വയസ്സുകാരനായ നിഷാന്ത്, വെളിയൂർ കരിങ്ങനാടുകുണ്ട് സ്വദേശി 32കാരനായ അബ്ദുൽ സലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കൊപ്പം വളാഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിലെ അതിഥിതൊഴിലാളികളായ ജീവനക്കാരെയാണ് പെട്രോൾ അടിക്കാൻ ബൈക്കിലെത്തിയ 2 സംഘം മർദ്ദിച്ചത്. പമ്പ് ജീവനക്കാരായ വെസ്റ്റ് ബംഗാൾ സ്വദേശി ജിയാറുർ മാലിക്, ജാർഖണ്ഡ് സ്വദേശി സർഫ്രജ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. തുടർന്ന് ഇവർ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ബൈക്ക് യാത്രക്കാരെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു 50 രൂപയ്ക്ക് ബൈക്കിൽ എണ്ണ അടിക്കാനെത്തിയ അക്രമി സംഘം അകാരണമായി തൊഴിലാളികളോട് മോശമായി പെരുമാറിയെന്ന പരാതി ഉണ്ടായത്. ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. തുടർന്ന് പമ്പിലെ മറ്റു ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അക്രമി സംഘത്തെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ജീവനക്കാരുടെയും പെട്രോൾ പമ്പ് മാനേജറുടെയും പരാതിയെ തുടർന്നാണ് 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അസോസിയേഷൻ പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് പി ദിനേശ് ആവശ്യപ്പെട്ടു. കൊപ്പം ക്വാളിറ്റി ഫീൽഡ്സിലെ ജീവനക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമം തികച്ചും അപലപനീയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകോപനവുമില്ലാതെ ആ പമ്പിലെ ജീവനക്കാരുടെ നേരെ 2 ആളുകൾ വന്ന് കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. കേരളത്തില് ഇപ്പൊ അനുദിനം പെട്രോൾ പമ്പില് ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ അധികൃതരുടെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് അസോസിയേഷന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പെട്രോൾ പമ്പ് മേഖലയിൽ ഇപ്പൊ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരുടെ നേരെ അഴിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തൃത്താല ബ്ലോക്ക് SC കോർഡിനേറ്ററായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് പിലാക്കാട്ടിരി പൂവക്കൂട്ടത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള ശ്രുതിമോളാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ വീട്ടിലെ കിടപ്പുമുറിയിൽ ബോധരഹിതയായ അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് സാജൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചതിൽ മനം നൊന്താണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ 3 പേരെ കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 6 മാസം മുമ്പ് പന്നിമാംസം വാങ്ങിച്ചുവെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം. മിഥുനെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നുവെന്നും ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ മിഥുനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനു സമീപത്തുള്ള പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ അവൻ അത്രയും മനോവിഷമത്തിലായിരുന്നുണ്ടായത്. കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല, ഒരു 3 മാസം മുന്നേ മേടിച്ച 1 കിലോ പന്നിയിറച്ചി മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം അവൻ പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവർ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതിനാണ് അവരെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ അവൻ ഇന്ന് പ്രവർത്തി ചെയ്തിരിക്കുന്നത്.
ഇതിൽ നാട്ടുകാരെല്ലാം വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതിനെ എല്ലാ നടപടികളും ഇതിനുവേണ്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വരെ ഇപ്പോൾ എല്ലാവരും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായിട്ട് അതിനുള്ള പ്രതിഷേധം ഉണ്ടാവും, ഫോറസ്റ്റ് സ്റ്റേഷന് ഒരു വിരോധം ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുടുംബത്തിലെ ഏക ആശ്രയമായ മിഥുൻ കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു. പട്ടാമ്പി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ മുടങ്ങിയ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. റോഡ് നവീകരണത്തിന്റെ പേരിലാണ് കുടിവെള്ളം മുടങ്ങിയതെന്നാണ് ആക്ഷേപം. നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കിട്ടാക്കരിയായി കുടിവെള്ളം ജനങ്ങളാകെ നെട്ടോട്ടം ദുരിതം കൊണ്ട് വലയുമ്പോൾ ഭരണക്കാർക്ക് പരിഹാസം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ പൊട്ടി നഗരസഭാ പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നഗരസഭാ കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. എന്തേ ഇവർ ദിവസവും പ്രസ്ഥാനവും അതേപോലെ തന്നെ ഭരണനേട്ടങ്ങളുമൊക്കെ കൊട്ടിഘോഷിക്കുന്നവർ എന്തുകൊണ്ട് മനുഷ്യന്റെ നികുതി പണം വാങ്ങി നഗരസഭ പട്ടാമ്പിയിലെ ജനങ്ങളുടെ വീടുകളുടെ കെട്ടിട നികുതിയും ഭൂനികുതിയും വീട്ടുകരവും വെള്ളക്കരവും ഒക്കെ വാങ്ങുന്ന നഗരസഭ എന്തുകൊണ്ട് തങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഈ 10-15 ദിവസമായി പരാജയപ്പെട്ടിരിക്കുന്നു? ഈ സംസ്ഥാനപാത പണി തുടങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായി ഇലക്ട്രിക് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്, അതിന് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിക്ക് പുതിയ പൈപ്പ് ലൈൻ ഇടാൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അതിനും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഫണ്ട് ലഭ്യമല്ലാത്ത പ്രശ്നമല്ല. ഇവിടെ പറഞ്ഞത് എവിടെ നിന്നാണോ പണി തുടങ്ങുന്നത് അതിനു മുമ്പായി ആദ്യം ഇലക്ട്രിക് കാലുകൾ മാറ്റണം. എവിടെയാണോ പണി തുടങ്ങുന്നത് അവിടെ ഡ്രൈനേജ് PWയുടെ പരമാവധി സ്ഥലമെടുത്ത് ആ ബിൽഡിങ്ങുകളുടെ അരിവിലേക്ക് സർക്കാർ സ്ഥലത്തേക്ക് പരിപൂർണമായി അരിവുകളിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ കുടിവെള്ള പൈപ്പ് ലൈൻ ഇടേണ്ടത്. ആ കുടിവെള്ള പൈപ്പ് ഇട്ട് ജോയിന്റ് ചെയ്തതിനു ശേഷമാണ് ഈ പണി നടക്കൂ എന്ന് MLA തന്നെ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ പല വിലയിരുത്തലുകളിലും വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ഉമ്മർ കിഴായൂർ, MK മുഷ്താഖ്, C സംഗീത, K ബഷീർ, സേതൽവി വടക്കേതിൽ മറ്റു കൗൺസിലർമാരും നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല VK കടവ് പാതയിൽ റോഡിന് കുറുകെ ഏത് നിമിഷവും പൊട്ടിവീഴാവുന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഭീമൻ മാവുമരം. റോഡരികിലെ മാവിന്റെ വലിയ ശിഖരങ്ങൾ പടർന്നു പന്തലിച്ച് റോഡിന്റെ മറുവശത്തെത്തിയ നിലയിലാണ്. തൃത്താല VK കടവ് പാതയിൽ കളരിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് സമീപത്തായാണ് മരം അപകട സാധ്യതയുയർത്തി നിലകൊള്ളുന്നത്. മരത്തിന്റെ പൊട്ടിവീഴാറായ കൊമ്പുകൾക്ക് ചുവട്ടിലായി ഒരു ബസ് കാത്തിരിപ്പു കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ മരത്തിനടിഭാഗത്തുകൂടി 11 kV വൈദ്യുതി ലൈൻ കൂടി കടന്നുപോകുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. ദിവസവും യാത്രാ ബസ്സുകളും സ്കൂൾ ബസ്സുകളുമടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ മരക്കൊമ്പുകൾക്കടിയിലൂടെ അപകടയാത്ര നടത്തുന്നത്. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാർ ബസ്സു കാത്തു നിൽക്കുന്നത് മരത്തിനടിഭാഗത്തെ ബസ് സ്റ്റോപ്പിലാണ്. ഏതു നിമിഷവും അപകടം ഭയന്നാണ് മരത്തിനടിയിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മരം പൂർണ്ണമായും വെട്ടിമാറ്റാതെ അപകടകരമായ രീതിയിൽ റോഡിനു കുറുകെ നിലകൊള്ളുന്ന ശാഖകൾ മാത്രം മുറിച്ചുമാറ്റിയാൽ അപകട സാധ്യത ഒഴിവാക്കാനാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മഴയും കാറ്റും ശക്തമായാൽ മരത്തിന്റെ കൊമ്പുകൾ ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടിവീഴാമെന്ന നിലയിലാണ്. പരുതൂർ പഞ്ചായത്തിൽ തെരുവു നായകൾക്കായി വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, MP ഉമ്മർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷിക പദ്ധതിയിൽ നിന്നും 1,29,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പരുതൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തെരുവു നായ്ക്കൾക്ക് പേ വിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് നൽകി. പ്രശസ്ത സംഗീതജ്ഞൻ TM കൃഷ്ണ കൊടുമുണ്ടയിൽ പരിപാടി അവതരിപ്പിക്കുന്നു. ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാല ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഒക്ടോബർ 5-ന്
പ്രശസ്ത സംഗീതജ്ഞൻ കൃഷ്ണയുടെ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിനായാണ് സഹസംഘം രൂപീകരിച്ചത്. രൂപീകരണ യോഗം കറാമണ്ഡലം ഡീൻ കെ വി രാജാനന്ദ് ഉദ്ഘാടനം ചെയ്തു. പാട്ട് സ്വീകരിക്കപ്പെട്ടത് കൃഷ്ണ ഒറ്റയ്ക്കായിരുന്നില്ല. ഈ സംഗീതത്തിലും ഒരുപക്ഷെ സാഹിത്യത്തിലും ഒക്കെ നമുക്ക് തോന്നാം തൊട്ടു മുന്നിലെ തലമുറയെ അല്ല അവർ പകർത്താൻ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ്, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു, പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ, M ശങ്കരൻകുട്ടി, K രവീന്ദ്രൻ, TP രാമൻകുട്ടി, K മുഹമ്മദ് കുട്ടി, CM നീലകണ്ഠൻ, KM ജിതേഷ്, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് മോസിൻ MLA ചെയർമാനും KM ജിതേഷ് ജനറൽ കൺവീനറുമായുള്ള സംഘാടന സമിതിയാണ് രൂപീകരിച്ചത്. പൊതുപ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് PC ഗംഗാധരന്റെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി നാടിന്റെ സ്നേഹ ഗംഗാധരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാൽനൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC അംഗം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ്, ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം, താലൂക്ക് ലൈൻ ബോർഡ് അംഗം, ചാലിശ്ശേരി ആശുപത്രി ഉപദേശക സമിതി അംഗം, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പൊതുരംഗത്ത് നിറസാന്നിധ്യമാണ് ശതാഭിഷിക്തനായ PC ഗംഗാധരൻ. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ നിലാശോഭയിൽ നിൽക്കുന്ന PCയെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം ജന്മദേശവും ആദരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ചാലിശ്ശേരിയിൽ മാത്രമല്ല തൃത്താല നിയോജകമണ്ഡലത്തിൽ പൊതുവായി പൊതുരംഗത്ത് പ്രവർത്തിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ് PC. അദ്ദേഹം എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ തരത്തിലും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നതുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനാ യോഗം നടത്തുകയും 21-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് ചാലിശ്ശേരിയിലെ കടവാരത്ത് കെട്ടിട പരിസരത്ത് വെച്ച് വിപുലമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കപ്പുറമായി എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തി അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ചാലിശ്ശേരി കടവാരത്ത് ബിൽഡിംഗ് അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമർ മൗലവി അധ്യക്ഷത വഹിക്കും. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. മുൻ MLA VT ബൽറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. നേതാക്കളായ CV ബാലചന്ദ്രൻ, PV ഉമർ മൗലവി, TK സുനിൽകുമാർ, ഹുസൈൻ പൊളിയഞ്ഞാലിൽ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പേറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്ത് ഇനി വിളയൂരിൽ വിളയും. 2 ഏക്കറിലാണ് നെൽകൃഷി നടപ്പാക്കുന്നത്. ഇതിന്റെ വിത്തിടൽ നടന്നു. കർഷകനായ പുലാമന്തോൾ ചേലപ്പുറത്ത് ശശിധരനാണ് ഗോപിക നെൽവിത്ത് വികസിപ്പിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് പുതിയ നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത്. ഇതിനുശേഷമാണ് ഈ നെൽവിത്ത് വിളയൂർ പാടശേഖരത്തിൽ ഇറക്കുന്നത്. വിളയൂർ പഞ്ചായത്തിലെ കരിങ്കനാട് പാടശേഖരത്തിലെ 2 ഏക്കറിലാണ് നെൽകൃഷി നടപ്പാക്കുന്നത്. കൃഷിയുടെ നടിയിൽ നടന്നു. ശശിധരൻ 8 വർഷത്തോളമായി നടപ്പാക്കിയ പരീക്ഷണത്തിനു ശേഷമാണ് ഗോപിക നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം, ഹൈദരാബാദിലെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്ലാന്റ് പ്രൊട്ടക്ഷൻ വെറൈറ്റി അതോറിറ്റി എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. പുലാമന്തോളിലും ആലത്തൂരിലും ഈ പുതിയ നെൽവിത്ത് പരീക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിരുന്നതായി ശശിധരൻ പറഞ്ഞു. 2002 തുടങ്ങിയൊരു പരീക്ഷയാണ്. ഐശ്വര്യ ജ്യോതി വിത്തുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരാഗണം രീതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 8 വർഷത്തോളം എടുത്തത് പുതിയൊരു നെൽവിത്തായിട്ട് മാറി. അതിന് ശേഷം നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിൽ അതിൻ്റെ അപേക്ഷ സമർപ്പിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പട്ടാമ്പിയിൽ RIRSൽ അതിൻ്റെ 4 വർഷത്തോളം അതിൻ്റെ വിളപരിശോധനയും മറ്റുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ PPRF PPRFിൽ ഡൽഹിക്ക് അതിൻ്റെ അപേക്ഷ കൊടുത്തത്, അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം ജൂണ് അവസാനമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി, പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്താണിത്. ഐശ്വര്യ ജ്യോതി വിത്തിനങ്ങൾ ഒന്നിച്ചു വിതച്ച് അതിൽ നിന്നുമാണ് പുതിയ വിത്തിനം ശശിധരൻ വികസിപ്പിച്ചെടുത്തത്. 120 ദിവസമാണ് വിത്തിന്റെ മൂപ്പ്. രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാന പ്രത്യേകത. കാറ്റുവീഴ്ച സംഭവിക്കില്ല. നെൽച്ചെടിയുടെ തണ്ടിന് 90 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാകുക. ഒരു കതിരിൽ 210 നെൽമണികൾ വരെയും ഉണ്ടാകുമെന്നും ശശിധരൻ പറയുന്നു. പറഞ്ഞാൽ മട്ട അരിയാണ്, പാലക്കാട് മട്ടയോട് കൂടി ചേർത്ത് വെക്കാം.
പിന്നെ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. 120 ദിവസം കൊണ്ട് വിളവെടുക്കുക. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം 3 വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇനമാണ്. കാറ്റ് വീഴ്ച ഉണ്ടാവില്ല. 1 മീറ്റർ 90 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെയാണ് അതിൻ്റെ തണ്ടിൻ്റെ നീളം. 210 നെൽമണികൾ വരെ ഒരു കതിരിൽ നിന്ന് കിട്ടും. 2 മുതൽ നെൽകൃഷിയിൽ ശശിധരൻ വിവിധ പരീക്ഷണങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. നെൽകൃഷിക്ക് പുറമെ കൂർക്കയിലും പരീക്ഷണം നടപ്പാക്കിയിരുന്നു. വെളിയൂരിൽ കൂർക്ക കൃഷി, സൂര്യകാന്തി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ശശിധരന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ പാറ്റേൺ ലഭിച്ച ഗോപിക നെൽവിത്തും വെളിയൂരിൽ പരീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗ്രീജ വിത്തിറക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമീപനാണ് കൃഷി ഓഫീസർ അടക്കം ഉണ്ണീഷ മാഷ അടക്കം അതിലെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല വിളവുണ്ടാവട്ടെ, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു നൂതനമായ കൃഷി രീതിയും വിത്തും അതുപോലെ തന്നെ നല്ല വിളവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ എല്ലാ സഹായം ഇപ്രാവശ്യം 56 ലക്ഷത്തിലധികം രൂപയാണ് കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം ചൈതന്യ സുധീർ, കൃഷി ഓഫീസർ അർച്ചാൻ, പാടശേഖര സമിതി പ്രസിഡന്റ് KT ഉണ്ണികൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് വിഷ്ണു, സുരേഷ് കുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ കുച്ചിപ്പുടി സോദാഹരണ ക്ലാസും അവതരണവും സംഘടിപ്പിച്ചു. രശ്മി ചൊവ്വലൂർ നേതൃത്വം നൽകി. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലാണ് മാക്കയുടെ ആഭിമുഖ്യത്തിൽ കുച്ചിപ്പുടി സാധാരണ ക്ലാസും അവതരണവും സംഘടിപ്പിച്ചത്. അന്യം നിന്നു പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും തനിമ നിലനിർത്തി വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ് സ്പിക് മാക്കെ. രശ്മി ചവലൂരിന്റെ നേതൃത്വത്തിലായിരുന്നു കുച്ചിപ്പുടി സാധാരണ ക്ലാസും അവതരണവും നടത്തിയത്. പരിപാടികൾ കുട്ടികൾക്ക് ആസ്വാദകരമായി മാറി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.